ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ കല്യാണമാണ് എൻ്റെ. അപ്പോൾ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. വീട്ടിലുള്ള ചെറിയ പന്തലും സ്റ്റേജ് ഇടലും അതുപോലെ ഡ്രസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഗ്രൂമിൻ്റെ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കൽ, അങ്ങനെ ഒരു വീഡിയോ, പ്രിപ്പറേഷൻസിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പന്തലിട്ടാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ പന്തൽ കെട്ടി വീടിന്റെ ഫ്രണ്ടിൽ ചെറിയൊരു സ്റ്റേജ്, അതായത് കല്യാണത്തിന്റെ തലേന്ന് ചെറിയൊരു പരിപാടി, അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജ് കെട്ടാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് സ്റ്റേജ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റേജ്. വീടിൻ്റെ സൈഡിൽ റോഡിൽ നിന്ന് നോക്കുന്ന രീതിയിൽ കാണാനായിട്ട് സീരിയൽ ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവർ അതിട്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്റ്റേജിൻ്റെ പണിയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്ന സ്റ്റേജിൻ്റെ അല്ല, ബാക്ക് ഡ്രോപ്പിൻ്റെ ഫൈനൽ ലുക്കാണ്. ഇനി നമുക്ക് സോഫ വരാനുണ്ട്, കൂളർ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രണ്ടിൽ ടീപ്പോയൊക്കെ ഫ്രണ്ടിൽ ഇടുമ്പോഴത്തേക്കും ചെറിയൊരു സ്റ്റേജിൻ്റെ ഒരു സെറ്റപ്പ് ആവും. നമുക്ക് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, വേറെ വലിയ പരിപാടിയായിട്ടൊന്നുമില്ല. ആന്നോട്ടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. റിസപ്ഷൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി ബൈക്കിൽ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്ത്. ഉടനെ തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ മഴ മാറിയിട്ട് പോകേണ്ടി വരും. ഇപ്പോൾ സ്റ്റേജ് ഇടാൻ നോക്കിയിരുന്ന് മഴ പെയ്യാനെന്നുള്ള രീതിയിൽ കറക്റ്റ് മഴ പെയ്യുകയും ചെയ്തു. ഇത് ഡ്രസ്സ് നനയാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ കയറി നിൽക്കണതാണ് ഈ കാണുന്നത്. പിന്നെ അത് കൂടാണ്ട് കുറച്ച് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ എനിക്ക് റിസപ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാനുള്ളതും പിന്നെ അനിയൻ്റെ ഡ്രസ്സും എല്ലാം കൂടി ഞങ്ങളെടുത്ത് കൊണ്ടുവന്ന് വന്നിരിക്കണതാണ്. ഇതാണ് എൻ്റെ റൂം. ഗൈസ്, അടുത്തതായി ഗ്രൂം ഫേഷ്യലിങ്ങും അതുപോലെ ക്ലീനപ്പൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ പേര്, ഫേസ് ലുക്ക് എന്നാണ് പേര്. കളമശ്ശേരിയിലുള്ളൊരു അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു മേക്കപ്പ് സ്റ്റുഡിയോ ആണ്. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ ഈ ഏരിയയിലുള്ളവരും കുറച്ച് ദൂരമുള്ളവരായാൽ പോലും തേടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് അതും ഒരു ഗുണമായി. ഇവിടെ പോയി കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ആയാലും ഇവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പ് ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ചെയ്ത് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഡ്രസ്സ് മാറ്റുന്നതൊക്കെ ഷോപ്പിൽ തന്നെ ആയിരിക്കും. അടുത്തതായി ഫേഷ്യലിംഗ് ഷഹനാസ് ഹുസൈൻ്റെ ഗോൾഡനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഗ്രൂംസ് എല്ലാവരും ഇത് തന്നെ എടുക്കണമായിരിക്കും നല്ലത്. നല്ല ഗ്ലോ കിട്ടുന്നതാണ്, ബാക്കിയൊക്കെ അത്ര പോരാ. അപ്പോൾ ഇത് തന്നെ ഞാനും ഇത് തന്നെ സെലക്ട് ചെയ്തു. കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കല്യാണത്തിൻ്റെ ഡ്രസ്സ് പരിചയപ്പെടാം നമുക്ക്. ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിക്കാഹിനിടാൻ ഉദ്ദേശിച്ചേക്കുന്ന ഡ്രസ്സ്. ഇതൊരു ബ്ലാക്ക് കളർ സ്യൂട്ടാണ്. ബ്ലാക്ക് കളർ സ്യൂട്ട് നമ്മൾ പോത്തീസിൽ നിന്നാണ് എടുത്തത്. പോത്തീസ് എറണാകുളം കലൂരുള്ള പോത്തീസിൽ നിന്നാണ് നമ്മൾ സ്യൂട്ട് എടുത്തത്. അപ്പോൾ നല്ല റെൻ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് മേടിക്കുക തന്നെ ചെയ്തു സ്യൂട്ട്. പിന്നീട് യൂസൊന്നും ഇല്ല എന്നറിയാം, പിന്നെ നല്ലതൊന്നും കിട്ടാത്ത കാരണമാണ് എടുത്തത്. അപ്പോൾ ഇതാണ് സ്യൂട്ട്. ബ്ലാക്ക് സ്യൂട്ട്, ഉള്ളിൽ വൈറ്റ് ഷർട്ട്, പാൻറ്റും വരുന്നത് ബ്ലാക്ക് കളർ, പിന്നെ ഒരു ബോ ടൈയും കൂടി ഉണ്ട്. അപ്പോൾ അത് ഇടുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണ്. എൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്, ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്തായാലും കല്യാണ വീഡിയോയിൽ എല്ലാവരും കാണാം. ഇതാണ് റിസപ്ഷൻ്റെ ഡ്രസ്സ്. ഈ കാണുന്നതാണ് വൈറ്റ് കളറാണ്, ഒരു ഓഫ് വൈറ്റ് കളറിൽ
ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ഷെർവാണി മോഡലാണ് കുർത്ത. ഇതാണ് റിസപ്ഷൻ്റെ ഡ്രസ്സ്. റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുത്തത് ഇപ്പോൾ ഡേ ബക്സിൽ നിന്നാണ്. ഡേ ബക്സ് എന്ന് പറഞ്ഞാൽ എടപ്പള്ളിയിലെ റെൻറ്റ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ നല്ല റെൻറ്റ് ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല, കല്യാണ സീസൺ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ഈ തുണി എടുത്തിട്ട് തയ്പ്പിക്കുകയാണ് ചെയ്തത്. ഒരു മോഡൽ കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ അളവിൽ പക്ക ഫിറ്റായിട്ട് തയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് എൻ്റെ അനിയൻ്റെ ഡ്രസ്സാണ്. അനിയന് നിക്കാഹിൻ്റെ അന്ന്, അതായത് മെയിൻ കല്യാണത്തിൻ്റെ അന്ന് ശനിയാഴ്ച ഇടാനുള്ള ടൈപ്പ് കോട്ടാണിത്. ഇതൊരു ഗ്രേ കളർ കോട്ട്. ഇപ്പോൾ ഞാൻ ഒറ്റക്ക് കയ്യിൽ പിടിച്ചേക്കണോണ്ടാണ് ഇങ്ങനെ വളഞ്ഞ് ഇതായിട്ടൊക്കെ ഇരിക്കുന്നത്. കറക്റ്റ് എന്തായാലും ഇടുമ്പോൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഡ്രസ്സും ഇപ്പോൾ കാണിച്ചത് ഡേ ബക്സിൽ നിന്നാണ് എടുത്തത്. പിന്നെ ഇത് റിസപ്ഷൻ്റെ ഷൂ ആണ്. റിസപ്ഷനുള്ള ഷൂ ആണ് ഈ കാണുന്നത്. അവിടെ ഓഫ് വൈറ്റ് കുർത്തയോടൊപ്പം ഷൂ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സ്യൂട്ടിനിടാനുള്ള ഷൂ ആണ്. ഒരു വാച്ച് ഇരിക്കുന്നുണ്ട്. വാച്ച് എനിക്ക് അതിന് കെട്ടാനുള്ള ഒരു വാച്ച്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. ഗ്രൂം ഔട്ട്ഫിറ്റ്. ഇത്രയാണ് ഗ്രൂം ഔട്ട്ഫിറ്റ് ഉള്ളത്. എന്ത്